എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വഖഫിനെ കുറിച്ചാണ്. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. എന്താണ് വഖഫ്? അതിൻ്റെ ചരിത്രം എന്താണ്? ഒപ്പം തന്നെ വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് എന്ന് പറയുന്നത് ഒരു അറബിക് ടേമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷിൽ അർത്ഥം എന്ന് പറയുന്നത് ഡിറ്റൻഷൻ, സ്റ്റോപ്പേജ്, ടൈങ് അപ്പ് എന്നൊക്കെയാണ്. വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ദാനമാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ പക്കലുള്ള മൂവബിളോ ഇമ്മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണമാവാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനക്കാൻ പറ്റാത്തത്, അതായത് ഭൂമി, ഇത്തരത്തിലുള്ള തൻ്റെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ദാനം ചെയ്യുന്നതാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു ഇസ്ലാം മത വിശ്വാസി തൻ്റെ സ്വത്ത് വഖഫ് ആയി മാറ്റിക്കഴിഞ്ഞാൽ ആ സ്വത്തിന്മേലുള്ള അയാളുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുകയും ആ സ്വത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വത്തായിട്ട് മാറുകയും ചെയ്യുന്നു. ആ സ്വത്തിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള ലാഭങ്ങളും പിന്നീടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ മനുഷ്യ നന്മയ്ക്ക്. ഇതാണ് ഇസ്ലാമിൽ വഖഫിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. വഖഫ് സ്വത്ത് എന്ന് പറയുന്ന ആശയം ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് പ്രവാചകൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസിലാണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ കാണാൻ സാധിക്കുക. പിന്നീട് ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം ഒരു പ്രധാനപ്പെട്ട മതപരമായ ആശയമായി ഈ വഖഫും മാറി. ഒരാൾ തൻ്റെ ഭൂമിയോ അല്ലെങ്കിൽ മറ്റു സ്വത്തോ വഖഫായി നൽകുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്കായാണ്. ഒന്ന് മതപരം, ആത്മീയപരം, ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു സ്വത്ത് വഖഫായി നൽകുന്നതോടെ ആ വ്യക്തിക്ക് ആ സ്വത്തിലുള്ള അവകാശം പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. പിന്നീട് ഒരിക്കലും ആ സ്വത്ത് തിരിച്ചു വാങ്ങാനോ തിരിച്ചെടുക്കാനോ സാധിക്കില്ല. ഇങ്ങനെ വഖഫായി മാറ്റപ്പെട്ട ഒരു സ്വത്ത്, അത് ഭൂമി ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അത് പിന്നീട് മറ്റൊരാൾക്ക് പണയപ്പെടുത്താനോ കൈമാറ്റം ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് വഖഫ് ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു സ്വത്ത് വഖഫ് ആയി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 3 ആളുകളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ ഭൂമി വഖഫായി നൽകുന്ന വ്യക്തി, അത് വാക്കിഫ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് ഇതിൻ്റെ ബെനഫിഷ്യറി, അത് അറിയപ്പെടുന്നത് മൗഖൂഫ് അലൈഹ് എന്നാണ്. മൂന്നാമത്തെയാൾ മുത്തവല്ലിയാണ്, അതായത് വഖഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ. ഒരാൾക്ക് വാക്കാലോ രേഖാപരമായിട്ടോ വഖഫ് നൽകാവുന്നതാണ്. 1923 മുതൽ വഖഫ് രജിസ്ട്രേഷൻ ഇന്ത്യയിൽ നിർബന്ധമാക്കുകയുണ്ടായി. വഖഫായി നൽകുന്നത് ഒരാളുടെ ഭൂമിയാണെങ്കിൽ ആ ഭൂമി നിർബന്ധമായും അയാളുടെ തന്നെ ആയിരിക്കണം. പാട്ടത്തിൻ്റെ ഭൂമിയൊന്നും വഖഫായിട്ട് നൽകാൻ പാടില്ല. വഖഫിനെ പബ്ലിക്, പ്രൈവറ്റ് എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കാം. ഈ പബ്ലിക്കായിട്ടുള്ള വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഖഫ് സ്വത്തിന് മുകളിൽ ഒരു തരത്തിലുള്ള അവകാശവും അനന്തരാവകാശികൾക്കോ മറ്റുള്ളവർക്കോ പിന്നീട് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. പ്രൈവറ്റായിട്ടുള്ള വഖഫ് അറിയപ്പെടുന്നത് വഖഫ് അലൽ ഔലാദ് എന്നാണ്. ഈ പ്രൈവറ്റ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തരാവകാശികൾക്ക് അവരുടെ കാലം കഴിയുന്നത് വരെ ഈ സ്വത്തിൽ അവകാശമുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ സ്വത്തിൽ നിന്നുള്ള ലാഭമോ നേട്ടങ്ങളോ ഒക്കെ പൊതു നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പബ്ലിക് വഖഫ് അല്ലെങ്കിൽ പ്രൈവറ്റ് വഖഫ് എന്നുള്ള ഒരു ബ്രോഡർ കാറ്റഗറൈസേഷൻ അല്ലാതെയും ചില തരംതിരിവ് നമുക്ക് വഖഫിനെ സംബന്ധിച്ച് നടത്താൻ പറ്റും. അത് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വഖഫ് അഹ്ലിയാണ്. ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു തരത്തിലും അനന്തരാവകാശികൾക്ക് ഈ വഖഫ് വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് വഖഫ് അൽ ഖൈരിയാണ്. അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് കോളേജുകൾ, യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിക്കുക. ഇനി മറ്റൊരു വഖഫാണ് വഖഫ് അൽ സാബിൽ. അതും ഈ പറഞ്ഞ പോലെ പൊതു നന്മ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു വഖഫാണ് വഖഫ് അൽ അവാരിസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇത്തരം വഖഫിൽ നിന്നുണ്ടാകുന്ന ലാഭം അത് റിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക, പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് വഖഫ്, അതിൻ്റെ സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇന്ത്യയിലെ വഖഫുമായി ബന്ധപ്പെട്ടുള്ള അല്പം ചരിത്രവും അപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുമാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മധ്യകാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ആണ് നമുക്ക് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നത്. ഒരു ഉദാഹരണം ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടമാണ്. അദ്ദേഹം വ്യാപകമായി ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തിയിരുന്ന ഒരു ഭരണകർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വഖഫ് എന്നുള്ള ആശയം ശക്തമാവുന്നുണ്ട്.
മധ്യ കാലഘട്ടത്തിലെ ഒരു ശ്രദ്ധേയമായ വഖഫ് ഭൂദാനമാണ് താജ്മഹലുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഷാനാമ എന്ന് പറയുന്ന കൃതിയിൽ താജ്മഹലിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വില്ലേജുകൾ വഖഫ് ആയി സുൽത്താൻ ഷാജഹാൻ ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് വഖഫുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങൾ ഉയർന്നു വരുന്നത്. ഈ തർക്കത്തിനിടയിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു 1791 ഒരു കേസ്. അതായത് നമ്മൾ പ്രൈവറ്റ് വഖഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് പിൻതലമുറ അവസാനിക്കുന്നത് വരെ ആ പ്രോപ്പർട്ടിയിൽ ആ കുടുംബത്തിന് അവകാശമുണ്ടെന്നും പിൻതലമുറ അവസാനിച്ചാലാണ് അത് പബ്ലിക് കോഴ്സിന് പോകുകയെന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമാണ് ഈ 1791 കേസിൽ ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ എടുക്കുന്നത്. ഈ കൗൺസിലിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ അനന്തര തലമുറ അല്ലെങ്കിൽ പിൻതലമുറയുടെ ഒരു അവസാനം എന്ന് പറയുന്നത് അത് വെറും ഇല്യൂഷനായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും അവസാനിച്ചൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പബ്ലിക് കോഴ്സിന് പോകും എന്നുള്ളത് കരുതാനും വയ്യ. ഇതായിരുന്നു പ്രിവി കൗൺസിലിൻ്റെ ഒരു അന്തിമ തീർപ്പ് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം വഖഫുകൾ അസാധുവാണ് എന്നൊരു തീരുമാനം ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടു. ഇതിനെതിരെ അന്നത്തെ കാലത്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. മുസ്ലിം ലീഗിൻ്റെയും മറ്റും പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 1913 വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ നിയമം പാസ്സാക്കപ്പെടുന്നത്. ആ നിയമത്തിൻ്റെ പേര് മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്നായിരുന്നു. ആക്ട് പ്രകാരം പ്രൈവറ്റ് വഖഫ് വാലിഡേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ വഖഫ് ഭൂമി അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി അത് ഉപയോഗപ്പെടുത്തി കടം വീട്ടാം, ഒപ്പം തന്നെ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം തുടങ്ങിയ ക്ലോസുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളൊരു ആക്റ്റാണ് നിലവിൽ വന്നത്. ഇത് പൊതുവെ വഖഫ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ളതും അവരെ സംരക്ഷിക്കുന്നതുമായിരുന്നു. പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 1923 ഈ 23 അമെൻമെൻറ്റ് വഖഫ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യത്തിന് ശേഷം വഖഫുമായി ബന്ധപ്പെട്ട് 1954 ഒരു വഖഫ് ആക്ട് നിലവിൽ വരുന്നത്. അതിനുശേഷം 1964 ഈ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വരുന്നു, അതായത് ഭേദഗതി വരുന്നു. പിന്നെ 1995 വഖഫ് ആക്ട്. ഈ ആക്ട് പ്രകാരം അതുവരെ നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് ഇനി ബാധകമാവുക ഈ 1995 നിയമമാണ് എന്ന ഒരു രീതിയിലാണ് ആ നിയമം വന്നത്. അതിനുശേഷം 2013 ഒരു അമെൻമെൻറ്റ് വന്നു. പിന്നെ 2024 നിലവിൽ ഒരു അമെൻമെൻറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് JPCയുടെ പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. 1954 നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെൻട്രൽ വഖഫ് ഒരു കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളും ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം 64 ഒരു അമെൻമെൻറ്റ് വന്നു. അതുവരെയുള്ള എല്ലാ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും മൊത്തം മാറ്റിമറിച്ചുകൊണ്ട് 95 വഖഫ് ആക്ട് വന്നു. 95 ശേഷം എല്ലാ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ബേസ് ചെയ്തിരിക്കുന്നത് ഈ 95 നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ബാക്കിയെല്ലാം അസാധുവായി. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റിനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എന്തൊക്കെയാണ്, അതിലെ വസ്തുതകൾ എന്തെല്ലാം. ഇത്തരം കാര്യങ്ങളാണ് 95 നിയമത്തെയും ഇപ്പോഴത്തെ ഈ ഭേദഗതിയും താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ പോയിൻ്റ് വെച്ചിട്ട് നോക്കാൻ പോകുന്നത്. 2024 വഖഫ് ഭേദഗതി ബിൽ, അതിൻ്റെ പേരെന്ന് പറയുന്നത് ഉമ്മീദ് എന്നാക്കിയിട്ടുണ്ട്. അതായത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ഡെവലപ്മെൻറ്റ്. ഇത്തരത്തിലുള്ളൊരു പേര് മാറ്റമാണ് ഒന്നാമത്തെ ഒരു കാര്യം. 1995 ആക്ടിൽ മുസ്ലിംസിന് വഖഫ് ചെയ്യാമെന്നായിരുന്നു. 2013 ഭേദഗതിയിൽ മുസ്ലിംസ് എന്നുള്ള വാക്ക് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ ബില്ല് 2024 ബില്ലിൽ പറയുന്നത് 5 വർഷം ഇസ്ലാമിക് റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈവറ്റ് വഖഫ് എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു. ഈ പ്രൈവറ്റ് വഖഫിൻ്റെ കാര്യത്തിൽ അനന്തരാവകാശികളുടെ ആ ഒരു തലമുറ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ വഖഫ് പ്രോപ്പർട്ടിയുടെ മെച്ചം ലഭിക്കേണ്ടത് വിധവകൾക്ക്, ഒപ്പം തന്നെ വിവാഹമോചിതരായ ആളുകൾ, സ്ത്രീകൾക്ക്, അനാഥർക്ക്, ഇവർക്കൊക്കെയാണ് എന്നാണ് 2024 ബില്ലിൽ പറയുന്നത്. ഒപ്പം തന്നെ അതിലൊരു കാര്യം, ഇത് കൂടാതെ കേന്ദ്ര സർക്കാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾക്കും ഈ വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അതെന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഓക്കെ, അതാണ് മറ്റൊരു പോയിൻറ്റ്.
1995 നിയമപ്രകാരം ഒരു സർവേ ഓഫീസർക്കാണ് വഖഫ് ഭൂമി എന്ന് കരുതപ്പെടുന്ന ഭൂമിയിൽ അളക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ ഭേദഗതി പ്രകാരം ആ ഉത്തരവാദിത്തം കളക്ടർക്കാണ് എന്നുള്ളതാണ്. അതായത് സർവേ ഓഫീസർക്ക് പകരം കളക്ടറാണ് ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്ന വ്യക്തി. മറ്റൊരു ഭേദഗതി എന്ന് പറയുന്നത് 2024 നിയമപ്രകാരം ഒരു സർക്കാർ സ്ഥലം അത് ഈ ഭേദഗതിക്ക് മുമ്പോ പിൻപോ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് വഖഫായി കണക്കാക്കാൻ പറ്റില്ല. മറിച്ച് കളക്ടർ ആ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. അതുവരെ അത് വഖഫ് ആയി അറിയപ്പെടുകയില്ല. സെക്ഷൻ 4 പ്രകാരമാണ് സർവേ കമ്മീഷണർക്ക് പകരം കളക്ടർക്ക് അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ ഭേദഗതി പ്രകാരമുള്ള മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നിലവിൽ ഷിയ സുന്നി വഖഫ് ബോർഡുകളാണുള്ളത്. ഈ പുതിയ മാറ്റപ്രകാരം ബോറ കമ്മ്യൂണിറ്റിക്ക് ഒരു വഖഫ് ബോർഡ് രൂപീകരിക്കാം എന്നുള്ളതാണ്. ഈ ഭേദഗതി പ്രകാരമുള്ള മറ്റൊരു മാറ്റം 95 നിയമത്തിലുണ്ടായിരുന്ന വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന കാര്യമില്ലാതാവുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ വഖഫ് ബൈ യൂസർ? വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വത്ത്, അത് ഭൂമി ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ, ഈ സ്വത്ത് എന്ന് പറയുന്നത് വഖഫ് ചെയ്തതിന് തെളിവോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിലും അത് വഖഫ് എന്നുള്ള രീതിയിലാണ് കാലങ്ങളായി ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വഖഫ് ഭൂമിയായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ വഖഫ് സ്വത്തായിട്ട് കണക്കാക്കാം എന്നാണ് 95 നിയമത്തിലുണ്ടായിരുന്നത്. പക്ഷേ പുതിയ ഭേദഗതിയിൽ ഇത് എടുത്തു കളഞ്ഞിരിക്കുന്നു. സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, അതിൽ ആരൊക്കെയായിരിക്കണം അംഗങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിലും അംഗങ്ങൾ എങ്ങനെയായിരിക്കണം, ഇത് സംബന്ധിച്ച് 95 നിയമത്തിൽ നിന്നും വലിയൊരു വ്യത്യാസമാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇത് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്താണ് ഈ മാറ്റം എന്ന് നമുക്ക് നോക്കാം. 1995 വഖഫ് നിയമപ്രകാരം സെൻട്രൽ വഖഫ് കൗൺസിലിലെ ചെയർമാൻ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ്. ബാക്കി അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളായിട്ട് 3 പേർ വരും. പ്രസിദ്ധരായ മുസ്ലിംസ് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ 4 പേർ. ഒപ്പം തന്നെ 3 പാർലമെൻ്ററി അംഗങ്ങൾ, ഇസ്ലാമിക നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള 3 പേർ, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പ്രവർത്തിച്ചിരുന്ന 2 മുൻ ജഡ്ജിമാർ, ദേശീയ തലത്തിൽ പ്രമുഖനായൊരു വക്കീൽ, പിന്നെ മുത്താവലി പ്രതിനിധി. ഒപ്പം തന്നെ 3, അതായത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡുകളുടെ 3 ബോർഡുകളുടെ പ്രതിനിധികൾ. ആ ബോർഡുകളുടെ പ്രതിനിധികൾ ആരൊക്കെയാണെന്നുള്ളത് റൊട്ടേഷൻ അനുസരിച്ച് മാറി വരും. ഈ അംഗങ്ങളിൽ 2 പേർ വനിതകളുമായിരിക്കണം. ഇതാണ് 95 നിയമം. 95 നിയമപ്രകാരം ഈ അംഗങ്ങളിൽ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അതായത് മന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും മുസ്ലിംസ് ആയിരിക്കണം. പക്ഷേ പുതിയ അമെൻമെൻറ്റിൽ ഇതിന് മാറ്റം വരികയാണ്. ആ മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ ഭേദഗതി 2 കാര്യങ്ങളാണ് പറയുന്നത്. സെൻട്രൽ വഖഫ് കൗൺസിലിൽ 2 നോൺ മുസ്ലിംസ് വേണം. അതുപോലെ തന്നെ മെമ്പേഴ്സ് മുസ്ലിംസ് ആവണമെന്ന് നിർബന്ധമില്ല. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. സംസ്ഥാന വഖഫ് ബോർഡുകളുടെ ഘടന 95 നിയമപ്രകാരം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെയർമാൻ, അത് ഈ അംഗങ്ങളെല്ലാവരും കൂട്ടിയാണ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. ഈ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് 1-ൽ കുറയാതെ എന്നാൽ 2-ൽ കൂടാതെയുള്ള അംഗങ്ങൾ താഴെ പറയുന്ന വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കണം. ഒന്ന്, മുസ്ലിം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഫ്രം സ്റ്റേറ്റ്, സംസ്ഥാനത്തു നിന്നുള്ള മുസ്ലിം എം പിമാർ, അതാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തേത് സംസ്ഥാനത്തുള്ള മുസ്ലിം MLA മാർ, അവരിൽ നിന്നും 1 അല്ലെങ്കിൽ 2-ൽ കൂടാതെ. പിന്നെ മുസ്ലിം മെമ്പേഴ്സ് ഓഫ് ദ ബാർ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിലെ ബാർ കൗൺസിലെ മുസ്ലിം മെമ്പേഴ്സ്. പിന്നെ മുത്താവലീസ്, അവരെ തിരഞ്ഞെടുക്കണം. പിന്നെ സ്റ്റേറ്റ് കരുതുന്ന എമിനൻ്റ് മുസ്ലിം ഓർഗനൈസേഷൻ്റെ പ്രതിനിധികൾ. പിന്നെ ഇസ്ലാമിക തിയോളജിയിൽ, അതായത് ആധ്യാത്മിക കാര്യങ്ങളിലും മറ്റും മതപരമായ നിയമങ്ങളിലും മറ്റും പാണ്ഡിത്യമുള്ള ആളുകൾ. പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറിയിൽ റാങ്കിൽ കുറയാത്ത സർക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി. ഇവരെയൊക്കെ ആനുപാതിക പ്രാതിനിധ്യത്തിലാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് 95 നിയമം. 2024 ഭേദഗതി പ്രകാരം ഈ 2 പേരെ ഓരോ വിഭാഗത്തു നിന്നും ആനുപാതിക പ്രാതിനിധ്യത്തിൽ തിരഞ്ഞെടുക്കുക എന്നതിൽ മാറ്റം വരുത്തി ഒരാളെ തിരഞ്ഞെടുക്കുക, ഒരാളെ നാമനിർദ്ദേശം ചെയ്യുക എന്നതിലേക്ക് മാറ്റി. ഇവർ മുസ്ലിംസ് ആവണമെന്ന് നിർബന്ധമില്ല. ഇതാണ് 2024 മാറ്റം. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 95 നിയമത്തിൽ വഖഫ് ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടുണ്ട്.
ഈ ട്രൈബ്യൂണലിൻ്റെ ഘടന 95 നിയമപ്രകാരം എന്താണെന്ന് നോക്കാം. ഒന്നൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. അദ്ദേഹം സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലെ ഒരു അംഗമായിരിക്കും. ജില്ലാ, സെഷൻ, സിവിൽ ജഡ്ജിമാരേക്കാൾ താഴെ റാങ്കിലുള്ള വ്യക്തിയായിരിക്കരുത് ഒരിക്കലും ഈ ചെയർമാൻ എന്ന് പറയുന്നത്. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ട്രൈബ്യൂണലിലെ മെമ്പർ എന്ന് പറയുന്നത് അഡീഷണൽ ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റിന് തുല്യമായ പദവിയിലുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. ട്രൈബ്യൂണലിലെ മൂന്നാമത്തെ അംഗം മുസ്ലിം നിയമകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ള വ്യക്തി. ഇതാണ് ഒരു വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഒരു സിവിൽ കോടതിയുടെ അധികാരമാണ് വഖഫ് ട്രൈബ്യൂണലിന് ഉള്ളത് 95 നിയമപ്രകാരം. വഖഫ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അന്തിമമാണ്. ഇതിനെതിരെ അപ്പീൽ പോകാൻ സാധിക്കില്ല. ഇതാണിപ്പോൾ വലിയ തർക്ക വിഷയമായിരിക്കുന്നത്. വഖഫ് ട്രൈബ്യൂണൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ഒരു സിവിൽ കോടതി വഴിയാണ്. അതായത് ചുരുക്കത്തിൽ സിവിൽ കോടതിക്ക് തുല്യമാണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അതിൽ നോൺ മുസ്ലിംസും അംഗമാവാം, അധ്യക്ഷ പദവിയൊക്കെ വഹിക്കാം. ഇതിൽ മുസ്ലിംസ് മാത്രമാണെന്നുള്ള കണ്ടീഷൻ ഇല്ല. അതും ഇവിടെ പറഞ്ഞു പോകേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അപ്പീലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. പകരം എന്താണ് സാധിക്കുന്നത്? ഒറ്റ കാര്യം മാത്രമാണ് റെമഡിയായിട്ട് മുന്നിലുള്ളത്. ഹൈക്കോടതിക്ക് വഖഫ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനത്തിന് മേലുള്ള ഒരു അവകാശമാണ്. അതായത് വഖഫ് തീരുമാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം ഹൈക്കോടതി മുഖാന്തരം വരികയാണെങ്കിൽ ഹൈക്കോടതിക്ക് ട്രൈബ്യൂണലിൻ്റെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആ ട്രൈബ്യൂണൽ തീരുമാനം ശരിവയ്ക്കാനോ തിരുത്താനോ പരിഷ്കരിക്കാനുള്ള അവകാശമുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് 2024 ഭേദഗതി പ്രകാരമുള്ള ട്രൈബ്യൂണലിൻ്റെ ഘടനയിലെ മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? 2024 ഭേദഗതി പ്രകാരം ട്രൈബ്യൂണലിൽ നിന്നും മുസ്ലിം ലോ എക്സ്പേർട്ടിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് തുല്യമായ പദവിയിലുള്ള വ്യക്തി എന്ന അംഗം ആ ഒരു ക്ലോസിന് പകരം ജോയിൻറ്റ് സെക്രട്ടറി, ഗവൺമെൻറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് തുല്യമായ പദവി വഹിക്കുന്ന വ്യക്തിയോ അംഗമാവാം ADMൻ്റെ പകരം എന്നതും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെ അല്ലെങ്കിൽ തീരുമാനത്തിനെതിരെ നേരിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം. ട്രൈബ്യൂണൽ തീരുമാനപ്രകാരം ഒരു സ്വത്ത് വഖഫായി പ്രഖ്യാപിച്ച് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് 2 വർഷത്തിനുള്ളിൽ 2 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചലഞ്ച് ചെയ്യാൻ പറ്റും ഹൈക്കോടതിയിൽ. പ്രത്യേക സാഹചര്യങ്ങളിൽ 2 വർഷത്തിന് ശേഷവും ചലഞ്ച് ചെയ്യാം. ഇതാണ് വരുത്തിയിരിക്കുന്ന മാറ്റം. 2024 ഭേദഗതി പ്രകാരം സെക്ഷൻ 40 പ്രകാരം ഒരു ഭൂമി വഖഫ് എന്ന് സംശയിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ തേടാൻ അധികാരം വഖഫ് ബോർഡിനുണ്ട് എന്നുള്ള ഒരു ക്ലോസ് അത് ഈ ഭേദഗതിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബോർഡിൻ്റെ CEO ഒരു മുസ്ലിം ആയിരിക്കണം എന്നൊരു ക്ലോസും റിമൂവ് ചെയ്തിട്ടുണ്ട്. നിലവിലെ ഒരു ഏകദേശ കണക്ക് പ്രകാരം 8.7 ലക്ഷം രജിസ്ട്രേഡ് ഇമ്മൂവബിൾ വഖഫ് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുകളുള്ളത് UP, ബംഗാൾ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. എന്തായാലും ഭൂതകാലത്തിൽ ആഴത്തിൽ വേരുകൾ പതിഞ്ഞിട്ടുള്ള വളരെ സങ്കീർണമായ നിയമ മത കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വഖഫ് വിഷയം എന്ന് പറയുന്നത്. എന്തായാലും ഈ 2024 ഭേദഗതി വലിയ തർക്കങ്ങൾക്കും ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ പുതിയ ഭേദഗതിയിലെ മാറ്റങ്ങൾ, പുതിയ ക്ലോസുകൾ അവ തങ്ങൾക്ക് ജസ്റ്റിസ് നൽകുമെന്നാണ് ഈ വഖഫ് ഭൂമിയിൽ നിന്നും കുടിയിറക്ക് ഭീഷണി നേരിടുന്ന വ്യക്തികൾ കരുതുന്നത്. അതായത് ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാമെന്നുള്ള ക്ലോസ്, ഒപ്പം തന്നെ ഒരു ഭൂമി വഖഫ് ഭൂമിയാണ് എന്നുള്ള വിവരം ലഭിച്ചാൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ തിരക്കാനുള്ള അവകാശം ഇനി വഖഫ് ബോർഡിനില്ല എന്നുള്ള ക്ലോസ്, ഇതൊക്കെ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങും, തങ്ങളുടെ കുടിയിറക്ക് ഭീഷണി അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം. മറുഭാഗത്തുള്ള വിഭാഗം കരുതുന്നത് തങ്ങളുടെ മതപരമായ അവകാശത്തെ ഇല്ലാതാക്കുന്ന ഒരു നിയമമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും തർക്കങ്ങൾ തുടരുകയാണ്. ഇതിനെല്ലാം ഒരു രമ്യമായ പരിഹാരം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം ഈ ബില്ലിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം.